എല്ലാ പേർക്കും ഗുഡ് വൈബ്സ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 5 ഡെയിലി യൂസിനുള്ള പവർഫുള്ളായിട്ടുള്ള അഫർമേഷൻസ് ആണ് കേട്ടോ. ഇതിനെ മാഗ്നറ്റിക് അഫർമേഷൻസ് എന്നും പറയാറുണ്ട്. കാരണം ഇത് നമ്മുടെ എല്ലാ പ്രോബ്ലംസിനും ചേർത്ത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു 5 അഫർമേഷൻസ് ആണ് കേട്ടോ. ഞാൻ ഇതിൽ പറയുന്നത് ഈ 5 അഫർമേഷൻസ് എങ്ങനെ ഫീലോടുകൂടി നിങ്ങൾ പറയണം. ഓരോ അഫർമേഷൻസ് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുക്കേണ്ട ആ ഒരു ചിന്ത എന്നുണ്ടല്ലോ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അഫർമേഷൻസ് നിങ്ങൾക്ക് പറയുമ്പോൾ അത്ര എഫക്റ്റീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടതെന്നും ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അതേപോലെ ഈ ഓരോ 5 അഫർമേഷൻസിനും നിങ്ങളത് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുക്കേണ്ട ആ ഒരു ചിന്ത എന്താണെന്നൂടെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ അഫർമേഷൻ, ഈ ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മളത് ഏറെ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു അഫർമേഷനാണ് കേട്ടോ. അഫർമേഷൻ ഇതാണ്: എൻ്റെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായാലും അതിവേഗം എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായാൽ പോലും അതിവേഗം എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ അഫർമേഷൻ. ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൊടുക്കേണ്ട ചിന്ത എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സർവൈവ് ചെയ്തത് കൊണ്ടാണ് ഇന്നീ നിമിഷം ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഈ അഫർമേഷൻ പറയുമ്പോൾ മനസ്സിലോർക്കേണ്ടത് കേട്ടോ. നിങ്ങൾ സർവൈവ് ചെയ്ത ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായാൽ പോലും എനിക്ക് അതിവേഗം നേടിയെടുക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലൊരു പ്രോബ്ലം വരും, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ പലരും ചെയ്യുന്നത് ആദ്യം എന്താണെന്ന് പാനിക്കാകുക എന്ന് പറയില്ലേ, ഭയപ്പെടുക, അല്ലെങ്കിൽ വല്ലാതെ ഓവർ തിങ്കിങ്, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷനൊക്കെ ഉള്ളവരായിരിക്കും. പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ വളരെ അങ്ങ് ഡിപ്രസ്ഡ് ആയി പോകാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്കൊരു മെൻ്റലി നമ്മൾ കോൺഫിഡൻ്റ് ആകണം എന്നുള്ള അതിനു വേണ്ടി പറയുന്ന അഫർമേഷനാണ്: എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ അതിവേഗം പരിഹാരം കണ്ടെത്തുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നാലും എൻ്റെ ബുദ്ധിയും കഴിവും കൊണ്ട് ഞാൻ അതിവേഗം ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ അതിവേഗം പരിഹാരം കണ്ടെത്തുന്നു. ഇതാണ് രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്. കൊടുക്കേണ്ട ചിന്ത അറിയാലോ, ഏതൊരു പ്രോബ്ലത്തിനും എൻ്റെ തന്നെ ഒരു ഇന്നർ ഗൈഡൻസ് ആയിക്കോട്ടെ, എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ പരിഹാരം കണ്ടെത്താൻ എനിക്ക് സാധിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുമ്പോൾ ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ സ്നേഹത്തിന് അർഹനാണ്. ഞാൻ സ്നേഹത്തിന് അർഹനാണ്. അതിന് നിങ്ങൾ കൊടുക്കേണ്ടത് ആ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാൻ എല്ലാവരാലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുണ്ട്. എനിക്ക് എല്ലാവരാലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുണ്ട്. ഇത് പറയുന്നത് ചിലർ പറയാറില്ലേ, ഞാൻ പറയുന്നത് ആരും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു റെസ്പെക്റ്റും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ഞാൻ എന്ത് പറഞ്ഞാലും ആരും ഞാൻ എന്താണ് പറയുന്നതെന്ന് കൂടെ ശ്രദ്ധിക്കാറില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടല്ലോ. അത് നിങ്ങൾക്ക് ഒരു സെൽഫ് ലവ് എന്നോണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അഫർമേഷനാണ് ഈ മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇനി നാലാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അതിനോടൊപ്പം വളരുകയും ചെയ്യുന്നു. ഞാൻ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അതിനോടൊപ്പം വളരുകയും ചെയ്യുന്നു. ഈ ഒരു അഫർമേഷൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ തെറ്റുകൾ സംഭവിച്ചിരുന്നാലും അതെല്ലാം ഞാൻ എൻ്റെ വളർച്ചയ്ക്കായുള്ള ചവിട്ടുപടികളായി കാണുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഇനി എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നാലും അതിൽ നിന്നൊക്കെ ഞാൻ പഠിക്കുകയും അതൊക്കെ എൻ്റെ വളർച്ചയുടെ ഭാഗമാക്കി മാറ്റാൻ എനിക്ക് കഴിവുണ്ട് എന്നാണ് നമ്മൾ ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ കൊടുക്കേണ്ടത്. ഇതാണ് നാലാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ എന്നെയും എൻ്റെ ഈ ജീവിതത്തിനെയും പരിപൂർണമായും വിശ്വസിക്കുന്നു. ഞാൻ എന്നെയും എൻ്റെ ഈ ജീവിതത്തെയും
പരിപൂർണമായും വിശ്വസിക്കുന്നു. ഈ ഒരു അഫർമേഷന് നിങ്ങൾ കൊടുക്കേണ്ട ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ നന്മയ്ക്കായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ നന്മയ്ക്കായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു അഫർമേഷൻ എന്ന് പറയുന്നത്, ചിലർ വിചാരിക്കില്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ തന്നെ തെറ്റുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് എന്ന്. നിങ്ങൾക്ക് ഒരുപാട് ഡൗൺസ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മോശം കാര്യങ്ങളാണ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു അഫർമേഷൻ. കാരണം ആ തെറ്റുകളിൽ നിന്നും നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ടെന്നും ആ ഒരു തെറ്റ് സംഭവിച്ചത് നമ്മൾ കൂടുതൽ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റാനുമാണെന്നുള്ളൊരു വിശ്വാസം കൊണ്ടുവരാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 5 അഫർമേഷൻസും നിങ്ങൾ അതിന് കൊടുക്കേണ്ട ആ ഒരു എന്താണ്, നിങ്ങൾ ആ അഫർമേഷൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ അഫർമേഷൻ ഒന്ന് കണ്ണടച്ച് തന്നെ പറയൂ കേട്ടോ. ഓരോ അഫർമേഷൻ പറയുമ്പോഴും മനസ്സിൽ ഞാൻ പറഞ്ഞ ആ ഒരു ചിന്ത കൂടെ കൊണ്ടുവരിക. ഇതിങ്ങനെ നിങ്ങൾ ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഓരോ സിറ്റുവേഷനും നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായി മാറും. ഏതെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ വല്ലാതെ ഭയപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ 2ാമത്തെ അഫർമേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വല്ലാതെ എഫേർട്ട് എടുക്കുകയും തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു അതുപോലുള്ള കാര്യങ്ങൾ തിരിച്ച് കിട്ടാതെയും ഇരുന്ന് വേദനിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ഒരു 3ാമത്തെ അഫർമേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് 4ാമത്തെയും 5ാമത്തെയും ഒക്കെ അഫർമേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് മെൻ്റലി നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ 5 അഫർമേഷനെയും മാഗ്നറ്റിക് അഫർമേഷൻസ് എന്ന് പറയാൻ കാരണം. നിങ്ങളത് ഡെയിലി ബേസിസിൽ ഒരു 3 തവണ നിങ്ങളിത് പറയാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞ ആ ഫീലോട് കൂടി ആലോചിച്ച് വേണം ഈ ഒരു അഫർമേഷൻസ് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മെൻ്റലി നല്ല സ്ട്രോങ് ആകാൻ സാധിക്കും കേട്ടോ. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള അഫർമേഷൻസ് ആണ്. എഴുതണമെന്നില്ല, പറഞ്ഞാൽ മാത്രം മതി. 3 തവണ രാവിലെയോ രാത്രിയോ ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈം സെലക്ട് ചെയ്തൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്കിനി പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ഓൺ വോയിസിൽ നിങ്ങൾക്കൊന്ന് റെക്കോർഡ് ചെയ്യാം. ഇതിന് ആ ഒരു ഞാൻ പറഞ്ഞ 5 അഫർമേഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുക. ഓരോ അഫർമേഷൻസും കേൾക്കുന്ന സമയത്ത് ഞാൻ എന്താണോ നിങ്ങൾക്ക് ചിന്തിക്കണം എന്ന് പറഞ്ഞ ആ ഒരു കാര്യം അതിനെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താലും മതിയാകും. ഡെയിലി ബേസിസിൽ കൺസിസ്റ്റൻ്റായിട്ട് ഈ അഫർമേഷൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു വ്യക്തമായൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. കാരണം നമ്മൾ ശരിയായ രീതിയിൽ ശരിയായ ഫീലോട് കൂടിയാണ് അഫർമേഷൻസ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മാഗ്നറ്റിക് അല്ലെങ്കിൽ പവർഫുൾ റിസൾട്ട് ഉറപ്പായിട്ടും അഫർമേഷൻസിന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. ഈ 5 അഫർമേഷൻസ് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്ത് ഒന്ന് കേൾക്കുകയോ ചെയ്യുക. ഡെയിലി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.